ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും 2025 ഇന്നിപ്പോൾ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും US വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു ഡബിൾ ഡിജിറ്റ് റിട്ടേൺ നൽകാനായിട്ട് പ്രധാനപ്പെട്ട സൂചികൾക്കൊക്കെ തന്നെ ഒരു ഡബിൾ ഡിജിറ്റ് റിട്ടേൺ നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡൗ ജോൺസ് ആണെങ്കിലും ശരി, നാസ്ഡാക്ക് ആണെങ്കിലും ശരി, ഏകദേശം 15% മുകളിലൊരു ഓൺ ആവറേജ് റിട്ടേൺ നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പൊതുവെയുള്ള ഈ ഒരു റാലിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം തന്നെ 2026 ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുന്ന എക്സ്പെക്റ്റേഷനാണോ ഉള്ളത്? അല്ല, 2026 കംപ്ലീറ്റ് ഇയറിൽ നമുക്ക് ഈ റാലി കണ്ടിന്യൂ ചെയ്യുക എന്ന സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് എങ്കിലും ഫസ്റ്റ് ക്വാർട്ടർ അറ്റ്ലീസ്റ്റ്, അതായത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ദിസ് ബുള്ളിഷ് റൺ വിൽ കണ്ടിന്യൂ. അത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, ഈവൺ ഇൻ ദി ഇന്റർനാഷണൽ, എസ്പെഷ്യലി അമേരിക്കൻ മാർക്കറ്റ്സ്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 48,800 തന്നെ ആയിരിക്കും. മേജർ സപ്പോർട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും 47,600 പോയിന്റിൽ. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ ഇടയാവുന്നുണ്ട്. 27,700 റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. മൈ എക്സ്പെക്ടേഷൻ നാസ്ഡാക്ക് ഇൻഡെക്സിന് 27,200 ആ ഒരു ലെവലിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ അറ്റ് ദിസ് പോയിന്റ് ഒരു ലോങ്ങർ ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഷുഡ് ബി കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ലോങ് പൊസിഷൻസ്. 2025 പൊതുവെ ഒരു കമ്മോഡിറ്റികളുടെ വർഷമായിട്ടാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. കാരണം ഇക്വിറ്റി മാർക്കറ്റിനേക്കാൾ ഉപരി ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട കമ്മോഡിറ്റീസ് ഒക്കെ. ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ബേസ് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് 2022 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ട് വളരെ ശക്തമായിട്ട് റിട്ടേൺ നൽകിയിരിക്കുകയാണ്. 2025 കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 65% ഒരു റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നിലവിൽ ഒരു ഫ്ലാറ്റിഷ് ടോണിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. എന്നിരുന്നാൽ പോലും ഗോൾഡിനെ സംബന്ധിച്ച് പലപ്പോഴും ഈ ഒരു ഇക്വിറ്റി മാർക്കറ്റും ഗോൾഡും തമ്മിൽ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന തരത്തിലാണ് വിലയിരുത്തപ്പെടാറ്. പക്ഷേ ഈ ഒരു വർഷം പരിശോധിക്കുമ്പോഴേക്കും ഒരുപോലെ, അതായത് ഇക്വിറ്റി മാർക്കറ്റിലും പ്രത്യേകിച്ചും വാൾ സ്ട്രീറ്റിലും അതിനോടൊപ്പം തന്നെ ഗോൾഡിലും ഒരുപോലെ റാലി കണ്ട ഒരു വർഷം കൂടിയാണ്. സോ ഗോൾഡിലുള്ള ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഇൻ കേസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു മാസീവ് സെല്ലിംഗ് താങ്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? അറ്റ് ദിസ് പോയിന്റ് സ്വർണത്തിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇതിൽ ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു റാലി ബോത്ത് ഇൻ സിൽവർ ആൻഡ് സ്വർണത്തിന്റെ കേസിൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മൾ സാധാരണ ഈക്വിറ്റി മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ ബിറ്റ് കോയിന്റെ ഒരു കേസൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയൊരു റാലിക്ക് ശേഷം അതിന് തുല്യമായിട്ടുള്ള ഒരു കറക്ഷനാണ് നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഐ തിങ്ക് ദാറ്റ് വെള്ളിയുടെ കേസിലും അതുപോലെ തന്നെ സ്വർണത്തിന്റെ കേസിലും മാർക്കറ്റ് ഇസ് ഓവർ ഹീറ്റഡ് ആൻഡ് ഇസ് ഡ്യൂ ഫോർ എ കറക്ഷൻ. എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല കറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കാതെ നമ്മൾ കഴിഞ്ഞ ഒരു 18 മാസത്തിൽ കണ്ടിരിക്കുന്ന ആ ഒരു തരത്തിലൊരു നേട്ടം മാർക്കറ്റിൽ, അതായത് സ്വർണത്തിന്റെ കേസിലും വെള്ളിയുടെ കേസിലും കാണാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. ആൻഡ് ആസ് ഫാർ ആസ് കറക്ഷൻ ഇസ് കൺസേൺഡ്, എനിക്ക് തോന്നുന്നത് വെള്ളിയുടെ കേസിലും അതുപോലെ തന്നെ സ്വർണത്തിന്റെ കേസിലും കറക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രഷ്യസ് മെറ്റലിന്റെ കേസിൽ നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സ്വർണത്തിന്റെ കേസിൽ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $4,300 ലെവലായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ സ്വർണത്തിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. വെള്ളിയുടെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് വീണ്ടും നമുക്ക് വീക്ക്നെസ് അല്പം കാണാൻ സാധിക്കുന്നുണ്ട്, ഒരല്പം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $70 ആയിരിക്കും. $70 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ വെള്ളിയുടെ കേസിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
സോ അപ്പം ക്രൂഡിലേക്ക് കൂടി വരികയാണ്. ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ ഒരു റാലി നടക്കുമ്പോൾ പൊതുവേ ഒരു ബിയറി സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു ക്രൂഡിലും നാച്ചുറൽ ഗ്യാസിലും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഒരു ഓവർ സപ്ലൈ സോണിലേക്ക് ക്രൂഡ് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള വളർച്ച ഇക്കോണമികൾ രേഖപ്പെടുത്തിയിട്ട് പോലും അതിന് ആനുപാതികമായിട്ട് ക്രൂഡിൻ്റെ ഒരു ഡിമാൻഡ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വർഷം പരിശോധിക്കുമ്പോഴേക്കും WTI ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 19% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബ്രെൻഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് 18% അടുത്തൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂഡിലുള്ള ഈ ഒരു ബിയറി സെൻറ്റിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുമെന്നാണോ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? അത് ഒരു നിയർ ടേമിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിക്കവറിക്ക് ഒരു സാധ്യത കാണുന്നുണ്ടോ? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് നമുക്കൊരു സപ്പോർട്ട് ബേസ് $54 ലെവലിനടുത്ത് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുക എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ $59.25 റെസിസ്റ്റൻസ് WTI ക്രൂഡിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ $1.5 മുതൽ $2 നേട്ടം നമുക്ക് ക്രൂഡ് ഓയിലിന്റെ കേസിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. വിപണിയിലേക്ക് വരികയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ ഒരു ഡിസംബർ സീരീസിൻ്റെ എക്സ്പയറി കൂടിയായിരുന്നു. ഈ ഒരു ജനുവരി സീരീസ് ആരംഭിച്ചിരിക്കുന്നത് ലോട്ട് സൈസിലടക്കം പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ടാണ്. ഏതായാലും ഡിസംബർ സീരീസിലേക്ക് കിടക്കുമ്പോഴേക്കും വളരെ വോളറ്റൈലായിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നല്ലോ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 25,900 എന്നൊരു ലെവൽ പലപ്പോഴും കൈവിട്ടിരുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ വീണ്ടും ഒരു റീബൗണ്ടിങ് നടത്താനായിട്ടും നിഫ്റ്റി 50ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 26,000 എന്നൊരു സൈക്കോളജിക്കൽ മാർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ ഈ വർഷത്തെ ഒരു പ്രകടനം പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 10% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ലോ ലെവൽസിൽ പലപ്പോഴും കൃത്യമായിട്ടൊരു ബൈയിങ്ങും നടന്നു വന്നിട്ടുണ്ട്. സോ നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? വീണ്ടും ഈ ഒരു റാലി റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താങ്കൾ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? As far as I'm concerned, Nifty 50, Nifty Bank Index in the കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. എനിക്ക് അറ്റ് ദിസ് പോയിന്റ് ഈ 2 ഇൻഡെക്സിലും ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മളൊരു ബൈയിങ് അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ വേ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കറക്ഷൻ ഉപയോഗിക്കേണ്ടത്. ഇൻഫാക്ട് നമ്മൾ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുമ്പോഴേക്കും വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 26,050 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കും. ആൻഡ് നമുക്ക് മാർക്കറ്റിൽ ഒരു നല്ല ഡെപ്ത്, അതായത് നല്ല വോളിയത്തോടു കൂടി ഇന്നും നാളെയൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 25,800 പോയിന്റ് ആയിരിക്കും. ചിലപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഒരു ബ്രീത്ത് എടുക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ലെവൽ 60,000 എന്നൊരു ലെവലിന് മുകളിലേക്കൊക്കെ കുതിച്ചതിന് ശേഷം ഒരു ബ്രീത്ത് എടുക്കുന്ന ഇൻഡെക്സ് ആണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 230 പോയിൻറ്റ്സിന് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് 59,171.25 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? നിയർ ടേമിൽ താങ്കൾ പ്രധാനമായിട്ടും വാച്ച് ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമുക്ക് വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാനിടയായത്. 58,400 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആസ് എ റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 59,300. മൈ എക്സ്പെക്ടേഷൻ ഈ ആഴ്ച തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 59,700 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരേ ഒരു പ്രോബ്ലമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതായത് HDFC ബാങ്ക്, ICICI ബാങ്ക് ആൻഡ് കോട്ടക് ആൻഡ് ആക്സിസ് ബാങ്കിന്റെ കേസിൽ കാര്യമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ കേസിൽ വീണ്ടും ശക്തമായിട്ടൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്.
സോ ഈ ഒരു ആഴ്ച നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വീണ്ടും PSU ബാങ്കിങ് സ്റ്റോക്സിലായിരിക്കും. താങ്കൾ PSU ബാങ്ക് ഇൻഡെക്സിൻ്റെ കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇന്നലെ PSU ബാങ്ക് ഇൻഡെക്സിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ട്രേഡായിരുന്നു കാണാൻ സാധിച്ചിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5% മുകളിൽ ഒരു കുതിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സബ്ഡ്യൂഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ച്. ഇന്നലെ ആ നേട്ടം അല്ലെങ്കിൽ ആ ഒരു സബ്ഡ്യൂഡ് പെർഫോമൻസിനൊക്കെ മറികടന്നുകൊണ്ട് ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഇന്നലത്തെ ഇൻട്രാഡേയിൽ PSU ബാങ്ക് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയർ ഓൺ ഇയർ ബേസ് പരിശോധിക്കുകയാണെങ്കിലും 28% ഒരു റിട്ടേൺ ആണ് PSU ബാങ്ക് ഇൻഡെക്സും നൽകിയിരിക്കുന്നത്. സോ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. കഴിഞ്ഞ 1.5 മാസമായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു കാണാൻ ഇടയായത്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസിൽ 8500 പോയിന്റ്, ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ശക്തമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡെക്സിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഈ ഒരു സെക്ടറിൽ എടുത്തു പറയാനുള്ളത് ചില സ്റ്റോക്സ്. നമ്പർ 1 കാനറ ബാങ്ക്. കാനറ ബാങ്കിന്റെ കേസിൽ നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈക്ക് തന്നെ നല്ലൊരു ബുള്ളിഷ് അസറ്റ് ഫോം ആയിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. 123 റെസിസ്റ്റൻസ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 842. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 985. അടുത്തായിട്ട് ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയ മറ്റൊരു സെക്ടർ നിഫ്റ്റിയുടെ ഓട്ടോ സൂചികയായിരുന്നു. ഓട്ടോ സൂചികയെ സംബന്ധിച്ചിട്ട് ഏകദേശം 1% മുകളിലൊരു കുതിപ്പായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ടുള്ള ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു വോളിയത്തിലായിരുന്നു ഇന്നലെ ഈ ഒരു ഇൻഡെക്സിൽ ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കുമാണ് അത്തരത്തിലൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വളരെ ഹെവി ആയിട്ടൊരു ബൈങ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴേക്കും ഒരു സെല്ലിംഗ് പ്രഷറും നേരിട്ടിരുന്നു. സോ നിഫ്റ്റി ഓട്ടോ സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഈ ആഴ്ച തന്നെ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനും നമുക്ക് അവസരങ്ങൾ ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സെക്ടറിൽ ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുന്നത്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഈ ഒരു സെക്ടറിൽ ചില സ്റ്റോക്സ് എടുത്തു പറയാനുള്ളത് ഇപ്പൊ മഹീന്ദ്രയുടെ കേസിൽ നല്ലൊരു കറക്ഷന് ശേഷം ഇന്നലെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. 3680 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 3780 രൂപയാണ്. ഹീറോ മോട്ടോറിന്റെ കേസിൽ നമുക്ക് വീണ്ടും നല്ലൊരു കറക്ഷന് ശേഷം ഇന്നലെ ബൈങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. 5830 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ടത്. TVS മോട്ടോറിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 3520. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ ഒരു സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. മാരുതിയുടെ കേസ് എടുക്കുമ്പോഴേക്കും പുതിയൊരു ഓൾ ടൈം ഹൈക്ക് നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. 16820 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു ഓട്ടോ സ്റ്റോക്ക് ആയിരുന്നു ഹ്യുണ്ടായി മോട്ടോഴ്സ്. ഹ്യുണ്ടായിയുടെ കേസിലും നമുക്ക് കാര്യമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് തുടരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 2360 രൂപ. സർ, അതിനോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസ് അനുസരിച്ചിട്ട് ഇന്ത്യ സ്റ്റീൽ ഇമ്പോർട്ടിന് പ്രൊട്ടൈലോ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തിരിക്കുമെന്നാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 12% ഇന്ത്യ സ്റ്റീൽ ഇമ്പോർട്ടിലായിട്ട് ഇപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 3 വർഷത്തേക്കായിരിക്കും ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സ്റ്റീൽ ഓഹരികളിലേക്ക് വരുമ്പോൾ ടാറ്റ സ്റ്റീലിൽ നില വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കഘട്ടം മുതൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. 175.8 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗും നടത്തിയിരിക്കുന്നത്. സോ ടാറ്റ സ്റ്റീൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ സ്റ്റീലിന്റെ കേസ് നല്ലൊരു കറക്ഷന് ശേഷം വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. 167 നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ് സർ, ഒപ്പം തന്നെ JSW സ്റ്റീലിലേക്ക് കൂടി വരികയാണ്. JSW സ്റ്റീലിനെ സംബന്ധിച്ചിട്ടും ഓൾമോസ്റ്റ് ഒരു 1.5% അധികം നേട്ടം നൽകാനായിട്ട് JSW സ്റ്റീലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ഡിസംബറിൻ്റെ ഒരു പകുതി മുതൽ ഇങ്ങോട്ടേക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഇന്നലെ ആ ഒരു ലെവലിന് മുകളിലേക്ക് ഒരു അല്പമെങ്കിലും മുകളിലേക്ക് എത്താനായിട്ട് ഈ ഒരു ഓഹരിക്ക് കഴിഞ്ഞിരുന്നു. സോ JSW സ്റ്റീൽ ഓഹരികളിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
JSW സ്റ്റീലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ഷോർട്ട് ടേം ബോട്ടം കണ്ടു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1060 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അടുത്തായിട്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന ബജാജ് ഹൗസിംഗ് ഫിനാൻസിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ വലിയ തോതിൽ എക്സ്പെക്ടേഷൻസുമായിട്ട് IPOയുമായി വന്നൊരു കമ്പനിയായിരുന്നു. പക്ഷേ അതിനുശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിടുകയും വലിയ തോതിൽ റിട്ടേൺ ഒന്നും നൽകാൻ സാധിക്കാത്തൊരു ഓഹരി കൂടിയാണ്. പ്രത്യേകിച്ചും ഡിസംബറിലേക്ക് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഇതുവരെയുള്ളതിൽ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു മന്ത് കൂടിയാണ് ഡിസംബർ മാസത്തിലുണ്ടായിരുന്നത്. ഇന്നലെയും വളരെ ഫ്ലാറ്റ് ആ ഒരു ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിയർ ടേമിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു റിക്കവറിക്ക് ഒരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, അൺഫോർച്ചുനേറ്റ്ലി ബജാജ് ഹൗസിംഗിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് അറ്റ് ദിസ് പോയിന്റ് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും 92 രൂപയിൽ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഇതൊരു കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 91 രൂപ 50 പൈസ ലെവൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് ഈ ഒരു ബോട്ടം സ്ഥിരീകരിക്കണമെങ്കിൽ 97 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ആ ലെവലിൽ നിന്നും 5 രൂപയുടെ നേട്ടമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. സർ, അടുത്തായിട്ട് സ്മോൾ ക്യാപ് സ്പേസിൽ നിന്ന് റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയായിരുന്നു പേസ് ഡിജിടെക് ലിമിറ്റഡ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് ഒക്ടോബറിലായിരുന്നു ഒരു ലിസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ തോതിലൊരു വൊളറ്റാലിറ്റി കണ്ടിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് പേസ് ഡിജിടെക് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷറാണ് കഴിഞ്ഞ കുറച്ച് സെഷൻസിലായിട്ട് കാണുന്നത്. ഇന്നലെ മാത്രം 1.5% ഒരു നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ പേസ് ഡിജിടെക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പേസ് ഡിജിടെക് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 180 രൂപയുടെ സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഷോർട്ട് ടേമിൽ നമുക്ക് ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 205 അതിനുശേഷം 212 ആ 2 റെസിസ്റ്റൻസ് ലെവൽസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. അടുത്തായിട്ട് സന്തൂർ മാംഗനീസിലേക്കാണ് വരുന്നത്. സന്തൂർ മാംഗനീസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 3.5% മുകളിലൊരു നേട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡിസംബറിൻ്റെ ആദ്യ പകുതി മുതൽ ഇങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ ഡിസംബറിൻ്റെ ആദ്യഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് നല്ലൊരു ബൈയിങ് ഇൻഡസ്ട്രി ഈ ഓഹരിയിൽ കടന്നു വന്നിട്ടുമുണ്ട്. സോ സന്തൂർ മാംഗനീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ നിയർ ടേമിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗിനുള്ള ഒരു അവസരം കാണുന്നുണ്ടോ? അല്ല, സന്തൂർ മാംഗനീസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഇതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് ലെവൽസിൽ പുതിയൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് 220, അതിന് ശേഷമുള്ള മേജർ സപ്പോർട്ട് 200 രൂപയോ ആയിരിക്കും. ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 260 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. അടുത്തായിട്ട് ആദിത്യ ബിർള ക്യാപിറ്റലാണ്. ആദിത്യ ബിർള ക്യാപിറ്റലിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.5% ഒരു നേട്ടം നൽകാനായിട്ട് ആദിത്യ ബിർള ക്യാപിറ്റലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവേ ഈ ഒരു വർഷം പരിശോധിക്കുമ്പോഴേക്കും ഭേദപ്പെട്ട നിലയിലുള്ള റിട്ടേൺ നൽകിയിട്ടുള്ള ഓഹരി കൂടിയാണ് ആദിത്യ ബിർള ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഏകദേശം 96% ഒരു റിട്ടേൺ ആണ് ഈ ഒരു ഓഹരി 2025 മാത്രം നൽകിയിട്ടുള്ളത്. സോ ആദിത്യ ബിർള ക്യാപിറ്റൽ നിയർ ടേമിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനുള്ള ഒരു സമയം ആദിത്യ ബിർള ക്യാപിറ്റൽ ആയിട്ടുണ്ടോ? ആദിത്യ ബിർള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നിരുന്നത്. നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 335. മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത് 360 മുകളിൽ ശക്തമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. സർ, അപ്പം CDSL കൂടി വരികയാണ്. CDSLനെ സംബന്ധിച്ചിട്ട് ഈ ഒരു വർഷം പൊതുവേ ഒരു അത്ര നല്ല വർഷമായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 18% നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ സെഷൻസിലൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓഹരി കൂടിയാണ്. ഇന്നലെ മാത്രം 2% മുകളിലൊരു നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ CDSLലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി CDSLന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു.
കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1400 സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിക്കേണ്ട. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. അനിലയോട് തിരിച്ചു വരുന്നതിന് മുൻപ് നമ്മൾ ഇതേ ഫോറത്തിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് പലതവണ നമ്മൾ ഡിഫൻസ് സ്റ്റോക്സും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റോക്സിനെ കുറിച്ചും സംസാരിക്കാറുണ്ട്. ആൻഡ് നമ്മൾ ഈ 2 സെക്ടറിലുള്ള സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാനിടയായി. ആൻഡ് നല്ലൊരു നേട്ടം നൽകിയതിനു ശേഷം കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഈ 2 സെക്ടറിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ബിഗിനിങ് ടു കൺഫേം ട്രെൻഡ് റിവേഴ്സൽ. ഈ ഒരു കറക്ഷൻ ഈ സെക്ടറിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ സെക്ടറിലെ ചില സ്റ്റോക്സ് എടുത്തു പറയാനുള്ളത് നമ്പർ 1 ഇസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 4500 രൂപ. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. 4180 റെസിസ്റ്റൻസ് സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 1530, അതിനുശേഷം 1640. കറന്റ് ലെവൽസിൽ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1360 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതേസമയം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1560. കറന്റ് ലെവൽസിൽ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1720, അതിനുശേഷം 1820 ആയിരിക്കും. മാസഗോൺ ഡോക്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആൻഡ് സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് 2700, സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2280. ആൻഡ് അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 2920. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2620, മേജർ സപ്പോർട്ട് ഏരിയ 2250. റെയിൽവേ സ്റ്റോക്സിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റഡി ചെയ്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ടിറ്റാഗ റെയിൽ. ടിറ്റാഗ റെയിലിന്റെ കേസിൽ 820 സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. ആൻഡ് ഇർക്കോണിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇർക്കോണിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 165, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 180 രൂപ. IRCTCയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 655 രൂപ. അറ്റ് ദിസ് പോയിന്റ് IRCTCയിൽ നമുക്ക് ലോ റിസ്കിൽ ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. RVNLന്റെ കേസിൽ നമുക്ക് 355 സപ്പോർട്ടും മേജർ റെസിസ്റ്റൻസ് 365 ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഫൈനലി റെയിൽ ടെലിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 350, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 380. സർ, ഏതായാലും താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് NMDC ഓഹരികളൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. NMDCയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 3% ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയായിരുന്നു NMDCയുടെ ഓഹരികൾ. സോ NMDCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NMDC ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിലെ ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 80 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത്. സർ, ഏതായാലും 2025 അവസാനത്തെ ട്രേഡിംഗ് സെഷനിലേക്കാണ് കിടക്കുന്നത്. 26-ൽ താങ്കളുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ താങ്കളുടെ വ്യൂ പോയിന്റിൽ ഏതെങ്കിലും ഡാർക്ക് ഹോർസ് സെക്ടർ ഉണ്ടോ? ഓൾറെഡി IT സൂചിക താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. IT സൂചിക അല്ലാതെ മറ്റേതെങ്കിലും സെക്ടർ താങ്കളുടെ ഫോക്കസിലേക്ക് 2026 വരുന്നുണ്ടോ? അല്ല, നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലും നമുക്ക് ബുള്ളിഷ്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. സോ ഇനിയിപ്പോൾ നമുക്ക് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയാനായിട്ട് അറ്റ് ദ മൊമെന്റ് ഒരു സെക്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നിരവധി സ്റ്റോക്സിൽ നമുക്ക് തീർച്ചയായിട്ടും അത്തരം അവസരങ്ങൾ ലഭിക്കും. ആൻഡ് അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് എസ്പെഷ്യലി ഇസ് ദ റീസെൻ്റ്ലി ലിസ്റ്റഡ് IPO സ്റ്റോക്സ്. നിരവധി റീസെൻ്റ്ലി ലിസ്റ്റഡ് IPO സ്റ്റോക്സിൽ നല്ലൊരു അത്യാവശ്യമായിട്ടിരുന്ന ഒരു ഹെൽത്തി കറക്ഷൻ സെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം സ്റ്റോക്സിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. And അത്തരം സ്റ്റോക്സിൽ I expect several of them to give us multi-bagger returns. Thank you so much, Pradeep sir. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ നൽകിയ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനും അല്ല നൽകിയിരിക്കുന്നത് കൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.